എക്സ്പാൻഡ് ആയി ഇപ്പം ടോട്ടൽ 10 ബേസ് ഉണ്ട്. എൻജിൻ റീബിൽഡ്, ബോഡി വർക്ക്, ഫുൾ റീസ്റ്റോറേഷൻ, അങ്ങനെ ഒത്തിരി വർക്ക് കൂടെ ചെയ്യുന്നുണ്ട്. വേറെ ഞങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓട്ടോ ബോഡി വർക്കാണ്. ഇൻഷുറൻസ് ക്ലെയിംസ് ഒത്തിരി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഷുറൻസ് അത് ഡിഡക്റ്റബിൾ ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങളുടെ ഡിഡക്റ്റബിൾ നമ്മൾ പേ ഓഫ് ചെയ്യുക. അപ്പം നിങ്ങളൊരു ഡിഡക്റ്റബിൾ നിങ്ങൾക്കൊരു ബേഡനായിട്ട് വരത്തില്ല. അതുപോലെ തന്നെ ലൊക്കേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ക്ലർക്ക് റോഡിൽ വേറൊരു ലൊക്കേഷനുണ്ട്. പിന്നെ ഇവിടെ ഡണ്ടാസിൽ സെയിൽസിനായിട്ട് വേറൊരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ നമ്മൾ മെയിനായിട്ട് യൂസ്ഡ് കാർ ഷോറൂമാണ്. നമ്മളുടെ വേറൊരു അഡീഷനാണ് കാർ ഡീറ്റെയിലിംഗ്, പെയിൻറ്റിങ്, പെയിൻറ്റ് കറക്ഷൻസ്, പോളിഷിങ് തൊട്ട് ഇവിടെ അവസാനം നമ്മുടെ ഡീറ്റെയിലിംഗ് വരെ. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡീറ്റെയിലിംഗ്. എവൻച്വലി നമ്മൾ സെറാമിക് കോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്, ടിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ PPF കോട്ടിങ്ങും അത് കുറച്ചുകൂടെ ലോങ് റണ്ണിലായിരിക്കും. പക്ഷേ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് PPF സെറാമിക് കോട്ടിങ്ങും പിന്നെ ടിൻറ്റിങ്ങുമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 1 or 2 months ഗ്യാപ്പിനിടയ്ക്ക് നമ്മൾ PPF സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.